വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവല്ലയിൽ നെല്ലിന് കീടനാശിനി തളിക്കുന്നതിനിടെ 2 കർഷക തൊഴിലാളികൾ മരിച്ചു. വേങ്ങലിലാണ് സംഭവം. സനൽകുമാർ, ജോമി എന്നിവരാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, എത്തരത്തിലാണ് ഇങ്ങനെയൊരു അപകടത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ, തിരുവല്ല ആലന്തുരുത്തി വേങ്ങൽ പാടശേഖരത്ത് നെല്ലിന് മരുന്ന് തളിക്കുന്നതിനിടെ അസ്വസ്ഥനുൾപ്പെട്ട 2 കർഷക തൊഴിലാളികളാണ് മരിച്ചത്. വേങ്ങൽ കഴുത്തിൽ കോളനിയിൽ സനൽകുമാർ, ജോണി എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പമുള്ള 3 പേരെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നില ഇപ്പോൾ അപകടനില ഇവർ തരണം ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇവർ ഒബ്സർവേഷനിലാണ്. വ്യാഴാഴ്ചയാണ് ഈ 5 പേരും പാടശേഖരത്ത് മരുന്ന് തളിച്ചത്. തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടി ഇവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവഷളായതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് സനൽകുമാറും ജോണിയും മരണത്തിന് കീഴടങ്ങിയത്. കൃഷിവകുപ്പ് അംഗീകരിച്ചു നൽകിയ കീടനാശിനിയാണോ ഇവർ ഉപയോഗിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. കൂടാതെ തന്നെ വിരാട് എന്ന വീര്യം കൂടിയ ഒരു കീടനാശിനി ഇവർ ഉപയോഗിച്ചതായി സംശയമുണ്ട്. ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് ഇപ്പോൾ തിരുവല്ല പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഋഷി, വിശദാംശങ്ങൾ നൽകിയത് ഗീവർഗീസ്. ശബരിമലയിലെ യുവതികളുടെ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നൽകിയ പട്ടികയിൽ സർക്കാരിന് ആശയക്കുഴപ്പമില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സുപ്രീം കോടതിയിൽ നൽകിയ പട്ടിക തയ്യാറാക്കിയത് ദേവസ്വം ബോർഡ് അല്ലെന്ന് പ്രസിഡന്റ് എ പത്മകുമാർ. സർക്കാർ നൽകിയ പട്ടിക വസ്തുതാപരമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബോർഡിന് ശബരിമലയിലെത്തുന്ന സ്ത്രീകളുടെ കണക്കെടുക്കാൻ സംവിധാനമില്ലെന്നും പത്മകുമാർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കാരണം ദേവസ്വം ബോർഡ് അല്ലല്ലോ കണക്ക് അങ്ങനെ കൊടുത്തത്, ഗവൺമെന്റ് കൊടുത്തു. ഗവൺമെന്റിൽ വ്യക്തമായിട്ടുള്ള കണക്കുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് പറയാൻ പറ്റും? അല്ല, അതിപ്പോ നമ്മളെ സംബന്ധിച്ച് വ്യക്തതയുള്ളത്, നമ്മളങ്ങനെ സ്ത്രീകൾ കയറുന്നുണ്ടോ എന്ന് ഇപ്പോൾ നോക്കാൻ സംവിധാനം ഇല്ലല്ലോ. ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് അതിന്റെ ഉത്തരവാദിത്വം. ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്ക് കൃത്യമായിരിക്കും എന്നാണ് എന്റെ ധാരണ. ഇതുവരെ എനിക്കൊരു വ്യത്യാസപ്പെട്ട ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടില്ല. ശബരിമലയിൽ മകരമാസ പൂജ നാളെ അവസാനിക്കും. രാവിലെ നടയടച്ച് മേൽശാന്തി പന്തളം രാജപ്രതിനിധിക്ക് താക്കോൽ കൈമാറുന്നതോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുക. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ മല കയറി വരുന്ന ഭക്തർക്കുള്ള ദർശനം അവസാനിക്കും. നാളെ രാവിലെ നട തുറന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രത്യേക പൂജയും കഴിഞ്ഞ് നടയടയ്ക്കുന്നതോടെയാണ് മകരമാസ പൂജ അവസാനിക്കുന്നത്. ചിത്തിരാട്ട വിശേഷത്തിന് നട തുറന്നപ്പോൾ തന്നെ സന്നിധാനത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ശബരിമല ഇപ്പോൾ ശാന്തമാണെന്നും സംഘപരിവാറുകാരുടെ വ്യാജപ്രചരണങ്ങളും അക്രമവും അവസാനിപ്പിക്കുവാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനുമായെന്നും ബോർഡംഗം അഡ്വക്കേറ്റ് എൻ വിജയകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതുപോലെ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡും എടുത്തിട്ടുള്ള നിലപാടുകളും ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ ഈ സംഘർഷാവസ്ഥ മറികടക്കുവാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ വൻപിച്ച പ്രചരണമാണ് ശബരിമലയ്ക്കെതിരായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയത്. ശബരിമലയിൽ കാണിക്കയിടരുത്, അതെല്ലാം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള തെറ്റായ പ്രചരണം അവർ നടത്തി. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൽ വിഹിതം നൽകിക്കൊണ്ട് ശബരിമലയെ സഹായിക്കുന്ന, ദേവസ്വം ബോർഡിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാളെ രാവിലെ നട തുറന്ന ഭസ്മാഭിഷേകവും നടത്തി അയ്യപ്പനെ യോഗദണ്ഡം ധരിപ്പിച്ച പന്തളം രാജപ്രതിനിധിക്ക് ദർശനം നൽകി നടയടയ്ക്കും. ശേഷം മേൽശാന്തി ക്ഷേത്രത്തിന്റെ താക്കോൽ രാജപ്രതിനിധിക്ക് നൽകും. തുടർന്ന് 18ാം പടി ഇറങ്ങി രാജാവ് ഇനിയുള്ള ഒരു വർഷത്തേക്ക് പൂജയ്ക്കുള്ള ചിലവിനായി കിഴിപ്പണവും താക്കോലും ദേവസ്വം മാനേജരെ ഏൽപ്പിക്കും. പിന്നീട് തിരുവാഭരണവുമായി പന്തളം കൊട്ടാര പ്രതിനിധി മലയിറങ്ങും. ഇതോടെ മണ്ഡല മകരവിളക്കുത്സവവും തുടർന്നുള്ള മകരമാസ പൂജയും അവസാനിക്കും. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കൊല്ലത്ത് RSPയും BJPയും തമ്മിൽ രഹസ്യ ധാരണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇതിന് തെളിവെന്നും കോടിയേരി. ആലപ്പാട്ടെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും കോടിയേരി വ്യക്തമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. ഇടതുപക്ഷ മുന്നണി തീരുമാനമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥികളെക്കുറിച്ച് CPM ആലോചിക്കുള്ളൂ. ഇപ്പോഴേ ഇവിടെ ഒരു സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് UDFന്റെ പ്രഖ്യാപനമല്ല. UDF ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കൊല്ലം സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് BJPയുമായിട്ട് RSP ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. BJPയും
പ്രേമേന്ദ്രനും തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ട്. ആ രഹസ്യധാരണ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ UDF അല്ലേ പ്രഖ്യാപിക്കേണ്ടത്? UDFന് അനുമതിയുണ്ടോ ഈ പ്രഖ്യാപനത്തിന്? അപ്പോൾ അത് അവർ തമ്മിൽ നടക്കുന്ന ചില അന്തർനാടകങ്ങളുടെ ഭാഗമാണ് ആ പ്രഖ്യാപനം. ആലപ്പാട് ഖനനം നിർത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഖനനം നടത്തുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ IRE പാലിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഇക്കാര്യം സർക്കാർ പരിശോധിക്കുകയാണ് വേണ്ടതെന്നും കാനം മലപ്പുറത്ത് പറഞ്ഞു. 2018 ഫെബ്രുവരി മാസത്തിൽ ഒരു നിയമസഭാ കമ്മിറ്റി പഠിച്ചിട്ട് നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നേ വെച്ചിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ടിൽ എവിടെയും ഖനനം നിർത്തണമെന്ന് പറയുന്നില്ല. ഖനനത്തിന് അനുബന്ധമായി IRE എഗ്രി ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കണം. ശാസ്ത്രീയമായി കുഴി മൂടിക്കൊടുക്കണം, അവിടെ മരങ്ങൾ വെച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ജെന്യുവനായിട്ട് ജനങ്ങൾക്കുള്ളൊരു പരാതി നിയമസഭയിലെ എല്ലാ കക്ഷികളുടെയും ആളുകൾ പോയി കണ്ട് ആ സമിതി നിയമസഭയുടെ മുമ്പിൽ വെച്ച ഒരു റിപ്പോർട്ടാണ്. അതാണ് അതിൻ്റെ ഒരു ഔദ്യോഗികമായ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട്. അത് നടപ്പിലാക്കാൻ IRE നിർബന്ധിക്കുകയും പൊതുമേഖലാ സ്ഥാനമായ KMML നിർബന്ധിക്കുകയും ഗവൺമെൻറ് അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക, അതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത്. മുനമ്പം മനുഷ്യക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരെ തിരിച്ചറിഞ്ഞു. രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് മുഖ്യ സൂത്രധാരന്മാരെന്ന് മൊഴി. മുനമ്പം വഴി ന്യൂസിലാൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച പിടിയിലായ ദില്ലി സ്വദേശി പ്രഭുവാണ് പോലീസിന് മൊഴി നൽകിയത്. 230 പേർ ന്യൂസിലാൻഡിലേക്ക് മുനമ്പം വഴി പോകാൻ ശ്രമിച്ചുവെന്നും ഇതിൽ 19 പേരാണ് പോകാൻ സാധിക്കാതെ തിരികെ മടങ്ങിയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. പ്രധാന പ്രതികളുടെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് തിരികെ എത്തിയ പ്രഭു ഇന്നലെയാണ് പോലീസ് പിടിയിലായത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യവെയാണ് രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് മനുഷ്യക്കടത്ത് ആസൂത്രണം ചെയ്തത് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഇത് ഇവരുടെ യഥാർത്ഥ പേരുകളാണോ എന്നതിൽ പോലീസിന് സംശയമുണ്ട്. ഇവർ 3 പേരും വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെന്ന് പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായി. 230 പേർ മുനമ്പം വഴി ജനുവരി 12 പുലർച്ചെ ന്യൂസിലാൻഡിലേക്ക് പോകാൻ തയ്യാറായി നിന്നു. എന്നാൽ താൻ ഉൾപ്പെടെ 19 പേരെ ഒഴിവാക്കി ബോട്ട് പുറപ്പെട്ടു. 1.5 മാസം മുൻപ് യാത്രയ്ക്കായി ബോട്ട് തയ്യാറാക്കാൻ തുടങ്ങി. 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഇവർ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി. നാടുവിടാൻ സാധിക്കാത്ത 19 പേരും ഇന്നും നാളെയുമായി തിരികെ വീടുകളിൽ എത്തുമെന്നും പ്രഭു പോലീസിനോട് പറഞ്ഞു. അതേസമയം പ്രഭു നടത്തിയ വിമാനയാത്രകൾ ദുരൂഹമെന്ന് പോലീസ് കരുതുന്നുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് പ്രഭുവിനെ ദില്ലിയിൽ നിന്നും പോലീസ് കേരളത്തിലെത്തിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ദില്ലി സ്വദേശിയുടെ അറസ്റ്റോടെ മനുഷ്യക്കടത്തിന് പിന്നിലെ ദില്ലി ബന്ധങ്ങളുടെ ചുരുളഴിയുമെന്നാണ് കേരള പോലീസിന്റെ പ്രതീക്ഷ. ദില്ലി അംബേദ്കർ നഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിപക്ഷ പാർട്ടികളുടെ മഹാറാലി ആരംഭിച്ചു. മായാവതി, രാഹുൽ ഗാന്ധി, ഇടത് പാർട്ടി നേതാക്കൾ റാലിയിൽ പങ്കെടുക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPക്കെതിരെ പ്രതിപക്ഷം നിരയൊരുക്കുകയാണ് റാലിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP ഇതര പാർട്ടികളുടെ ശക്തി തെളിയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം തെളിയിക്കുന്ന മഹാറാലി ഏതു തരത്തിൽ പുരോഗമിക്കുന്നു? ഏതെല്ലാം നേതാക്കളാണ് സജീവമായി രംഗത്തുള്ളത്? വിശദാംശങ്ങൾ. പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് തന്നെ മാറ്റം മറിച്ചുകൊണ്ട് BJPക്കെതിരെ ഒരു മെഗാ റാലി മമതാ ബാനർജി ഒരുക്കിയിരിക്കുന്നത്. കൽക്കട്ടയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിലേക്ക് ഏകദേശം 4 ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് മമതാ ബാനർജിയുടെ TMC അടക്കം 14 പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുള്ള നേതാക്കൾ അല്പസമയം മുമ്പ് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ DMKയിൽ നിന്ന് സ്റ്റാലിൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. പ്രധാനമായി ഇതുവരെ സംസാരിച്ച നേതാക്കൾ എല്ലാം ഉയർത്തി കാണിച്ചത് BJPക്കെതിരെ ഒരു പ്രതിപക്ഷ നിര ഉണ്ടാക്കുക എന്നതാണ്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പ്രതിപക്ഷ നിരയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തിക്കൊണ്ട് BJPക്കെതിരെ മത്സരിക്കുക എന്ന് തന്നെയാണ്. എന്തായാലും 24 പ്രതിപക്ഷ പാർട്ടികൾ അണിനിരക്കും എന്നാണ് മമതാ ബാനർജി അറിയിച്ചിരുന്നെങ്കിൽ പോലും 14 പാർട്ടികൾ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ
ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി പക്ഷെ കഴിഞ്ഞ ദിവസം ഈ യോഗത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. കൂടാതെ കോൺഗ്രസിന്റെ പ്രതിനിധികളെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കൂടാതെ മായാവതിയും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കൂടാതെ നവീൻ പട്നായക്ക് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന് ക്ഷണമുണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രശേഖർ റാവുവും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഡൽഹിയിൽ നിന്ന് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ യോഗത്തിനുണ്ട്. അദ്ദേഹം സംസാരിച്ചിട്ടില്ല, സംസാരിക്കും. BJPയുടെ വിമത നേതാക്കളായ അരുൺ ഷൂറി, യശ്വന്ത് സിൻഹ തുടങ്ങിയവരും സജീവമായി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും യോഗത്തിന് അവസാനം കുറിച്ചുകൊണ്ട് സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ് അടക്കമുള്ളവർ സംസാരിക്കും. മമതാ ബാനർജിയും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്നാണ് ഇപ്പോൾ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ BJP ഇതര പാർട്ടികളുടെ പ്രതിപക്ഷ ഐക്യം വ്യക്തമാക്കുന്ന റാലി പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷ് സർലിംഗാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കനയ്യകുമാറിനെതിരായ കുറ്റപത്രം അംഗീകരിക്കാനാകില്ലെന്ന് കോടതി. നിയമവകുപ്പിന്റെ അനുമതിയില്ലാതെ കുറ്റപത്രം സമർപ്പിക്കുന്നത് എങ്ങനെയെന്നും കോടതി. 10 ദിവസത്തിനകം അനുമതി വാങ്ങാമെന്ന് പോലീസ്. വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, കനയ്യകുമാറിന് എതിരെ 3 വർഷത്തിന് ശേഷം പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ എന്തെല്ലാം പോരായ്മകളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? അതോടൊപ്പം തന്നെ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റർ 6 വരുന്നതാണ് 124A വകുപ്പ്, അതായത് രാജ്യദ്രോഹ കുറ്റം. ആ 124A രാജ്യദ്രോഹ കുറ്റ വകുപ്പ് അടക്കമുള്ള 8 കുറ്റങ്ങളാണ് കന്യാകുമാരി അടക്കമുള്ള 10 പേർക്കെതിരെ ദില്ലിയുടെ പോലീസ് സെൽ നൽകിയിരിക്കുന്നത്. അതാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ വിഷയം തന്നെ ഈ 124A ഉൾപ്പെട്ട ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റർ 6 പ്രകാരമുള്ള എല്ലാ വകുപ്പുകളിലും അത് ഒരു നടപടി സ്വീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഒരു അംഗീകാരം എന്നുള്ളതാണ് നിയമത്തിന്റെ രീതി. അതാണ് IRPC 196 പ്രകാരം അതാണ് എന്റെ നിയമ രീതിയും അത് തന്നെയാണ്. അത് ഇല്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ചാർജ് ഷീറ്റ് സമർപ്പിച്ചതെന്ന ചോദ്യമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. നിലവിൽ തന്നെ ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഒരു അംഗീകാരം വേണമെന്നുള്ളതാണ് ഈ നിയമനീതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ചാർജ് ഷീറ്റ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് കോടതി എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ നിയമം അംഗീകാരം നേടാമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നതും അത് കോടതി മുമ്പാകെ അറിയിക്കുകയും ചെയ്തു. ഇനി എന്തായാലും ചെയ്യാനുള്ള അടുത്ത നടപടി, ഫർദർ നടപടി എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ സമീപിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ അംഗീകാരം വാങ്ങുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. ആ കാര്യം ഇതിന് മുമ്പേ തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷെ എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരാണ് കാരണം ഒരു അംഗീകാരം നൽകേണ്ടതാണ് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. കാരണം നിലവിൽ ഈ കേസ് കനയ്യകുമാറിനെതിരെയുള്ള കേസ് അന്വേഷിച്ചത് CBI അല്ലെങ്കിൽ NIA അടക്കമുള്ള വലിയ വലിയ ഏജൻസികളല്ല. കാരണം ദില്ലി പോലീസിന്റെ പ്രത്യേക സെല്ലാണ് ഈ കേസ് അന്വേഷിച്ചത്. അപ്പൊ ദില്ലി പോലീസിന്റെ പ്രത്യേക സെല്ല് അന്വേഷിച്ച കേസായതുകൊണ്ട് തന്നെ അത് ദില്ലി സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു സംഘടനയാണ്. ആ പോലീസ് അന്വേഷിച്ച കേസായതുകൊണ്ട് തന്നെ അവരുടെ അംഗീകാരം നൽകേണ്ട മുഖ്യമന്ത്രി ആയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭയാണ് ഈ വിഷയത്തിൽ അംഗീകാരം നൽകേണ്ടതും. അപ്പോൾ അത് വിഷയത്തിൽ ഇനി അരവിന്ദ് കെജ്രിവാൾ എന്തു തീരുമാനമെടുക്കും എന്നുള്ള ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. കാരണം ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയം ഉണ്ടെന്ന് കനയ്യകുമാറും അടക്കമുള്ള ഈ മറ്റു പ്രതികളും ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ബീഹാറിലെ ബോഗുസരായ് മണ്ഡലത്തിൽ നിന്ന് കനയ്യകുമാർ മത്സരിക്കാൻ വേണ്ടി പോകുന്നുള്ള വാർത്തകൾ ഇതിനു മുമ്പേ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2019 തന്നെ ഇങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചത്. കാരണം 3 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. കാരണം ഈ ഇലക്ഷൻ 2019 തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കനയ്യകുമാറും ഉമ്മർ ഖാലിദ് അടക്കമുള്ള ഈ കേസിലെ കുറ്റക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. 1200 പേജുള്ള കുറ്റപത്രമാണ് ദില്ലി പാട്യാല ഹൗസിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഇനി അംഗീകാരം ലഭിക്കുക എന്നാണ് അതിന്റെ അടുത്ത നടപടി. ഈ അംഗീകാരം സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ നൽകിയില്ലെങ്കിൽ അവർക്ക് ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കാം. ലഫ്റ്റനന്റ് ഗവർണർ ഈ അനുമതി നൽകി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായ കോളിളക്കത്തിലേക്കാണ് പ്രശ്നങ്ങൾ പോകുന്നത്. കാരണം ഈ വിഷയത്തിൽ ദില്ലി ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പദവി ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അത് ശരിയായ രീതിയല്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാരിനാണ് ഇതിൽ അംഗീകാരം കൂടുതൽ അല്ലെങ്കിൽ അധികാരം കൂടുതൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഹർജി സുപ്രീം കോടതിയെ പരിഗണന ഉണ്ടായിരുന്നു. അന്ന് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന് അനുകൂലമായി തന്നെ വിധി പ്രസ്താവം നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ തന്നെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ആം ആദ്മിയുടെ ഈ ദില്ലി സർക്കാരും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അതിനു പുറമെ തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തന്നെ ഈ കേസിന്റെ പരിഗണന വരുന്നത് വലിയ രാഷ്ട്രീയപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പക്ഷേ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന അനിൽ ബൈജൽ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ പോലീസിന്റെ ഒരു ആവശ്യപ്രകാരം അംഗീകാരം നൽകി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ദില്ലി പോലീസ് അന്വേഷിച്ച
കേസായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ് നൽകേണ്ടത് എന്നുള്ളൊരു വിഷയം വരും. അതിന്റെ അടിസ്ഥാനത്തിൽ BJPയും അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഈ ആം ആദ്മിയും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. നിലവിൽ തന്നെ ഈ പറയുന്ന 14ഓളം ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലിന്റെ വസതിയിൽ ചെന്ന് ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ മനീഷ് സിസോദിയ അടക്കമുള്ള 4 മന്ത്രിമാർ ഈ ചേർന്ന് അനിൽ ബൈജാലിനെ കാണാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം കാണാൻ വേണ്ടി സമ്മതം കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ 9 ദിവസത്തോളം അവിടെ കുത്തിരിപ്പ് സമരം നടത്തി. കുത്തിരിപ്പ് സമരം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിരാഹാര സമരമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മനീഷ് സിസോദിയ അടക്കമുള്ളവർ ആശുപത്രികുമാറിനെതിരെ പോലീസ് സമർപ്പിച്ച 3 വർഷത്തിന് ശേഷം സമർപ്പിച്ച കുറ്റപത്രം അംഗീകരിക്കാനാവില്ലെന്ന് കോടതി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ സാക്ഷികളായ തങ്ങൾക്ക് നിരന്തര ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുറവിലങ്ങാട്ടെ 4 കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. കേസ് അട്ടിമറിക്കാൻ ബിഷപ്പ് ശ്രമിക്കുന്നതായും കത്തിൽ പറയുന്നു. തങ്ങളുടെ സ്ഥലമാറ്റം തടയാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും കന്യാസ്ത്രീകൾ കത്തിലൂടെ ആവശ്യപ്പെട്ടു. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളായ അനുപമ, ജോസഫിൻ, ആൽഫി, ആൻസിറ്റ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് തങ്ങളെ സ്ഥലം മാറ്റിയത് സമ്മർദ്ദത്തിലാക്കാനാണെന്ന് കന്യാസ്ത്രീകൾ കത്തിൽ പറയുന്നു. കേസിന്റെ കാലാവധി തീരും വരെ കുറവിലങ്ങാട്ട് തുടരാൻ അനുവദിക്കണമെന്നും കന്യാസ്ത്രീകൾ ആവശ്യപ്പെട്ടു. സാക്ഷികളായ തങ്ങൾക്ക് നിരന്തര ഭീഷണിയുണ്ടെന്നും കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയെ സഹായിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്ത കുറ്റം. നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ ബിഷപ്പ് ശ്രമിക്കുകയാണെന്നും കന്യാസ്ത്രീകൾ കത്തിൽ പറയുന്നു. സ്ഥലം മാറ്റിക്കൊണ്ടുള്ള മദർ സുപ്പീരിയറിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. ബിഷപ്പിന്റെ താളത്തിനൊത്ത് തുള്ളുന്നയാളാണ് മദർ സുപ്പീരിയർ എന്നും കന്യാസ്ത്രീകൾ പറഞ്ഞു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി സമരം നടത്തിയ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ട് മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ ഉത്തരവിറക്കിയിരുന്നു. സമരം നടത്തിയ 5 കന്യാസ്ത്രീകളെയും വെവ്വേറെ സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയത്. ഇത് പ്രതികാര നടപടിയാണെന്ന് കന്യാസ്ത്രീകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ സമരത്തിനിറങ്ങിയത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നുമാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന ന്യായം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ താരിഫ് ഓർഡർ നിയമം നടപ്പാക്കുന്നത് കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ശനി, ഞായർ ദിവസങ്ങളിൽ അടിമാലിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്യും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഹോട്ട്സ്പോട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം 20-ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കുമെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് കെ വിജയകൃഷ്ണനും ജനറൽ സെക്രട്ടറി കെ വി രാജനും അറിയിച്ചു. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രവീൺ മോഹൻ, സിനോജ് ഫ്രാൻസിസ്, സി സുരേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു.